സോ ഗേസ് ജനവിധി ജനങ്ങളുടെ വിധി എന്ന് തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞ 2 പേരുടെ പുറത്തായത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ എത്രത്തോളം ഒബ്സർവേഷനാണ്. കാര്യം അത്രത്തോളം എനിക്ക് കറക്റ്റ് അപ്ഡേറ്റാണ് കിട്ടുന്നത്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാം. വേണോ അടുത്ത് എഴുതി തരാം, എനിക്ക് വിഷയമില്ല. കാര്യം വെറുതെ ഒരാളെ പുറത്താക്കാമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരാളെ ഞാൻ പറയാണ് ഇന്ന ആ കോട്ട് കുറവെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാളെ പുറത്താക്കും. ഇല്ല, കാര്യം ഇത് ജനങ്ങളുടെ വിധിയാണ്, അത് മനസ്സിലാക്കുക. അല്ല ഞാനൊരാളെ പറയുന്നത് വെച്ചാൽ എൻ്റെ അകത്ത് ആരും പുറത്താകാൻ പോകുന്നില്ല. നിങ്ങൾ ആർക്ക് കോട്ട് ഇട്ടോ അവർ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർത്താം. എവിറ്റഡ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ കേസ്. നിങ്ങളുടെ വോട്ട് ഇടണം. വെറുതെ എൻ്റെ അടുത്ത് വന്ന് കമൻറ്റ് ഇട്ടാൽ പോരാ, നിങ്ങൾ വോട്ട് ഇടാതെ പോയി. സോ നമുക്ക് അത് അറിയാൻ നോക്കാം. ഇന്ന് ഫസ്റ്റ് ജാസ്മിൻ 2,55,560 വോട്ടാണ്. ജാസ്മിൻ തന്നെയാണ് കേരളം ഏറ്റെടുത്ത് കഴിഞ്ഞു. കേരള ബിഗ് ബോസ് ലേഡി സൂപ്പർ സ്റ്റാർ. ഈ അമ്മാനെ കമൺ ഈസി. സോ ഗേസ് അങ്ങനെ ജാസ്മിൻ തന്നെയാണ് ഫസ്റ്റ്. കാര്യം ജാസ്മിൻ്റെ സോഷ്യൽ മീഡിയ PR അങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും ജാസ്മിൻ ഫസ്റ്റ് ആവുന്നത്. കാര്യം ബാക്കിയുള്ളവർക്കും PR ഉണ്ട്. അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെ മുന്നോട്ട് കൊണ്ടുവരാം. ജാസ്മിൻ PR ഒക്കെ എടുക്കുക PR, അതുകൊണ്ടല്ലേ അവർ ഫസ്റ്റ് ചെയ്യുന്നത്. കാര്യം അവർ എത്രത്തോളം സജീവമായി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട്. സോ അടുത്ത നെക്സ്റ്റ് 8ാം സ്ഥാനം 1 ലക്ഷം ഉണ്ട്. സോ ഗേസ് വളരെ എൻ്റെ മോനെ ഭയങ്കര ഡേഞ്ചർ എന്ന് വെച്ചാൽ ഇതുപോലത്തെ ഡേഞ്ചർ സോണിൽ റെഡ് കത്തിയാണ് ഋഷി നിൽക്കുന്നത്. ഋഷി മിക്കവാറും ഈ ആഴ്ച പോകും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 8ാം സ്ഥാനമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഈ ആഴ്ച 3 പേരേക്കാണ് പുറത്താക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഋഷി പോകും. നിങ്ങൾ പിടിച്ച് നിർത്തണമെങ്കിൽ വോട്ടിടും. 6ാം സ്ഥാനം അർജുൻ അതിൻ്റെ അകത്ത് എന്താ ചെയ്തത് നിങ്ങൾ തന്നെ പറയണം. ഞാൻ അർജുൻ ഏറ്റവും അവസാനം 6ാം സ്ഥാനം അർജുൻ ഡേഞ്ചറാണ്. കുറേ പേരൊന്ന് കമൻറ്റ് ഇടാനില്ല അർജുൻ 2 അർജുൻ 2ാമതാവണമെങ്കിൽ എന്തെങ്കിലും ഗെയിമിൽ ജയിക്കണം, എന്തെങ്കിലും ഫിസിക്കൽ ഗെയിം ജയിക്കണം. അർജുൻ ജയിച്ച് ലാസ്റ്റത്തെ ഗെയിം ഏതെങ്കിലും പറഞ്ഞാൽ അതുകൊണ്ടാണ് അർജുൻ ലാസ്റ്റാണ്. 1,22,500 വോട്ട്. അർജുൻ 6ാം സ്ഥാനമാണ്. അർജുൻ ഡേഞ്ചറാണ്. സോ ഗേസ് അർജുന് ഇന്നലെ 7ാം സ്ഥാനമായിരുന്നു, ഇന്ന് 6ാം സ്ഥാനം. കുറച്ച് മാറ്റമുണ്ട്. അത് ഞാൻ അർജുൻ എവിറ്റഡ് ആകുമെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. അങ്ങനെയാണ് കയറി വന്നത് ആൾക്കാർ. സോ ഗേസ് 4ാം സ്ഥാനം ഇന്നലെ 5 എന്തോ കിടന്നതാണ്. ഇപ്പോൾ നല്ല കയറ്റമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാന്ത്വന സീരിയൽ 2 വരുന്നുണ്ടെന്ന് അറിഞ്ഞ്. സോ അങ്ങനെ എല്ലാവരും ഈ പുള്ളിക്കാരി അതിൻ്റെ അകത്ത് നിൽക്കണമെന്ന് ആഗ്രഹിച്ച് കമൻറ്റൊക്കെ ഇട്ട് രേഖപ്പെടുത്തി അങ്ങനെ നല്ല രീതിയിൽ റീച്ചുണ്ട് പുള്ളിക്കാരിക്ക്. ഇപ്പം 1,55,333 വോട്ടായിട്ടാണ് പുള്ളിക്കാരി നിൽക്കുന്നത്. സോ ഗേസ് അപ്സരയുടെ ടീം നല്ല കിടക്കുന്ന ടീമാണ്. അപ്സര സായി സിജു ഇവരൊക്കെ കിടക്കാച്ച ടീമാണ്. സോ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞിട്ട് നേരെ തമിഴ് ബിഗ് ബോസിൽ പോകാനുള്ള സൈക്കോളജിക്കൽ മൂവ് ഉണ്ടായിരിക്കും. കാര്യം ഇവിടെ നിന്ന് പോയാലും നേരെ പുള്ളിക്കാർക്ക് തമിഴിൽ പോവാം. അങ്ങനത്തെ ഒരു ഓപ്ഷനുണ്ട്. കാര്യം ഇത് കഴിഞ്ഞതിന് ശേഷമാണ് തമിഴ് തുടങ്ങുന്നത്. സോ 5ാം സ്ഥാനത്താണ് 1,45,222 വോട്ടാണ്. സോ നിങ്ങൾ വോട്ടിട്ട് കഴിഞ്ഞാൽ ഇനി നിൽക്കും. നെക്സ്റ്റ് പുള്ളിക്കാർക്ക് പോകണമെന്ന് വീട്ടിലെ ആൾക്കാർ ഇരുന്നപ്പോഴും പറയുകയാണ് എനിക്ക് പോകണം. അപ്പോൾ വീട്ടുകാരെന്നെ നില്ലെന്ന് പറഞ്ഞിട്ട് പോലും ജനങ്ങൾ പിടിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് അൻസിബ. 6ാം സ്ഥാനം 1,20,222 വോട്ട്. ഈ മോനെ പവറേഷ്. ഇതാണ് ജനങ്ങൾ. കാര്യം കണ്ടോ, ഈ പിള്ളേർക്ക് പോകണമെന്ന് പറയും, പക്ഷേ ജനങ്ങൾ പറയും പോകണ്ട, നിന്നോ. ഇതാണ് സത്യം പറഞ്ഞാൽ യഥാർത്ഥ ജനവിധി. നെക്സ്റ്റ് സോ ഗൈസ് ഏറ്റവും അവസാനം വളരെ ഡേഞ്ചർ ഓഫ് ദ സോണാണ്. പുള്ളിക്കാരെ ഇട്ടേക്കും ഡ്രസ്സും ചുവപ്പാണ്. അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാർ നല്ല ഡേഞ്ചറിലാണ്. 9ാം സ്ഥാനമാണ്, ഏറ്റവും അവസാനമാണ്. ഏത് നിമിഷം എപ്പോഴും വേണമെങ്കിലും പോകാം. ഈ പുള്ളിക്കാരുടെ PR വളരെ ബാഡ് PR ആണ്, അല്ലെങ്കിൽ കയറി വരാണ്ടാണ്. സോ ഗൈസ് അപ്പോൾ ലാസ്റ്റ് ആരാണ് ഇനിയുണ്ടല്ലോ 3ാം സ്ഥാനം വേറെ ആരുമല്ല, അഭിഷേകാണ്. അഭിഷേകിൻ്റെ ഒരു വലിയൊരു കംബാക്ക് തന്നെ പറയാം. അഭിഷേക് ഫിസിക്കലായാലും ഏത് ഗെയിമൊന്നുമില്ല, അഭിഷേക് തീയാണ്, പവറാണ്. ഇന്നലത്തെ സോപ്പിന് ടാസ്ക് തന്നെ അഭിഷേകാണ് ജയിക്കേണ്ടത്. പിന്നെ അവർ സോപ്പൊക്കെ മാറ്റിയതൊക്കെ അത് ഇനി പറയുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം കഴിഞ്ഞ് പോയി, ഇനി അതിനെക്കുറിച്ച് സംസാരിച്ച കാര്യമില്ല. സോ ഗെയ്സ് അല്ലെങ്കിൽ അഭിഷേകാണ് ജയിക്കേണ്ടത്. അഭിഷേക് ഇന്നലെ നല്ല രീതിയിൽ ഗെയിമിന് വേണ്ടി നല്ല രീതിയിൽ ഒരു 101% എഫേർട്ട് ഇട്ട്. പക്ഷേ അത്ര മാത്രം പോരാ, ചെറിയ കുബുദ്ധിയൊക്കെ വേണമെങ്കിൽ മാത്രമേ ആ ഗെയിം ജയിക്കാൻ പറ്റും. നെക്സ്റ്റ് ജിൻഡോ ഈ കഴിഞ്ഞ വീക്കിൽ ജിൻഡോ ഒന്നും മിണ്ടുന്നതായിട്ട് ഞാൻ കണ്ടില്ല. BB പ്ലസിലും കണ്ടിട്ടില്ല, അല്ലാതെയും കണ്ടിട്ടില്ല. ജിൻഡോയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. 2ാം സ്ഥാനമുണ്ട്, 2,37,457 പക്ഷേ ജിൻഡോയുടെ യാതൊരു തരത്തിലൊരു ആക്റ്റീവ്സും കാണുന്നില്ല. എന്ത് പറ്റി ജിൻഡോ ഫാൻസ് നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ജിൻഡോയുടെ ഒരു ഇതും വരുന്നില്ല. എന്ന് വെച്ചാൽ ജിൻഡോ ആക്റ്റീവ് ആവുന്നതോ അല്ലെങ്കിൽ ജിൻഡോയുടെ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ഒന്നും വരുന്നില്ല. എന്ത് പറ്റിയാണെന്ന് അറിയില്ല. ജിൻഡോയ്ക്ക് എന്തെങ്കിലും അസുഖമായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ എന്ത് പറ്റിയെന്ന് ആർക്കും അറിയില്ല. പക്ഷേ എന്തെങ്കിലും ഗെയിം ആയിരിക്കും ചിലപ്പോൾ, അറിയില്ല. സോ നെക്സ്റ്റ് ജിൻഡോ തന്നെയാണ്. ജിൻഡോയുടെ ഫാൻസൊക്കെ നല്ല കൂടി കുറഞ്ഞ് നിൽക്കുകയാണ്. ജിൻഡോ കഴിഞ്ഞ ആഴ്ചയിട്ടൊന്നും എന്തായാലും നിങ്ങൾ ആർക്കാണ് വോട്ടിട്ടെന്ന് കമൻറ്റ് ചെയ്ത് നമുക്ക് എന്തായാലും ഇനി വൈകുന്നേരം 6 മണിയാകുമ്പോൾ വരാം. കേസ് ബൈ.